ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ മാവ് കൊണ്ടൊരു മുറുക്കാണ്. അതിന് ഞാനിതാ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്ക് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് മാവൊന്ന് വേകാൻ വയ്ക്കാൻ പറഞ്ഞ് ചില്ല് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ചില്ല് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ചില്ല് വെച്ച ശേഷം ഒരു തുണി നനച്ചിട്ട്, നല്ല വൃത്തിയുള്ള തുണി നനച്ചിട്ട് അങ്ങനെ വെക്കുക. ഇതിലേക്ക് വെറും മാവ് ഇതിലേക്ക് കൊട്ടുക. നമുക്ക് എത്ര മുറുക്ക് വേണം വെച്ചാൽ അതിനുള്ള മാവ് എടുത്തിട്ട് ഇതിൽ കൊട്ടി വയ്ക്കുക. ഒന്നും നനയ്ക്കുക ഒന്നും വേണ്ട. അങ്ങനെ കൊട്ടി വെച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് ആവി കയറ്റണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് കിട്ടും. ഇതങ്ങനെ അടച്ച് വയ്ക്കുക. അങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഞാൻ ഇത് അടച്ച് വെക്കുന്നുണ്ട്. വെള്ളം ചൂടായിട്ട് ഒന്ന് ചൂടായിട്ട് നമുക്ക് നോക്കാം. നമുക്കിത് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഒന്ന് താത്തി വെച്ചിട്ട് തുറന്ന് നോക്കാം. നമ്മൾ വെള്ളമൊന്ന് തൊട്ട് നോക്കി അറിയാം. താത്തി വെച്ചിട്ടുണ്ട്. കയ്യിലേക്ക് ആവി അടിക്കും. ഇങ്ങനെ ഉരുണ്ട് വരണം. പശയൊന്നും കയ്യിൽ ഒട്ടില്ല. മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഇറക്കി വയ്ക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ട് ഇറക്കി വയ്ക്കുക. ഇതൊന്ന് ആറിയിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് ഞാൻ മാറ്റാം. മാവ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ തട്ടിലേക്ക് കൊട്ടാം. നല്ല ചൂടുണ്ട്. ഇതൊന്ന് ആറിയിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. വെള്ളമൊന്നും വെക്കാണ്ട് വേണം ആവിയിൽ വെക്കാൻ. നന്നായി ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടാം. മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് ജീരകം, കുറച്ച് കറുത്ത എള്ള്, പെരുങ്കായപ്പൊടി, കുറച്ച് പെരുങ്കായപ്പൊടി. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. പശയൊന്നും ഉണ്ടാകില്ല. മൈദ മാവ് വന്നിട്ട് പശയൊന്നും അതിൻ്റെ കൂടെ ഉണ്ടാകില്ല. ഇത് നമുക്ക് ഇത്തിരി ബട്ടറോ ഡാൽഡേ ഒക്കെ ചേർത്ത്, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്ക് കുഴയ്ക്കാം. ഇത് ചൂട്ടോടെ ഒന്ന് കുഴച്ചെടുക്കുക. കട്ടയൊക്കെ ഒന്ന് അലത്തിയ ശേഷം ഇത് ഞാൻ ബട്ടർ ഇടുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിൽ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. നന്നായി സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. കണ്ടോ, പശയൊന്നും ഇല്ലാണ്ടല്ലേ. നമ്മളത് ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പശയൊക്കെ ഒന്ന് പോവും. മൈദ മാവിൻ്റെ നിറയെ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കണ്ട. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. പൊറോട്ടയ്ക്കൊക്കെ ആണെങ്കിൽ മാവ് ഇങ്ങനെ വലിഞ്ഞു വരും. ഇതൊന്നും വലിയില്ല.
നമ്മൾ മുറുക്കിനൊക്കെ കുഴക്കില്ലേ അതുമാതിരി ഒന്ന് കുഴച്ചെടുക്കുക. മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ കണ്ടോ, അങ്ങനെ ഒരു പാകത്തിൽ കുഴച്ച് വെക്കുക. ഇതങ്ങനത്തെ ഒരു മുറുക്ക് ചില്ല് എടുക്കുക. അതങ്ങനെ ഇട്ടിട്ടുണ്ട് മുറുക്കിൻ്റെ ചില്ല്. നമ്മൾ മുള്ളുമുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ചില്ലാണ്. ഇതിലേക്ക് നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് പീച്ചുമ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടായിക്കോളും. ഇതങ്ങനെ പാകത്തിൽ കുഴക്കണം. ഒരുപാട് ലൂസാക്കാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആക്കാനും പാടില്ല. മാവ് ഇതിലിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ പീച്ചണമെന്ന് കാണിച്ചു തരാം. അങ്ങനെ തിരിപ്പിച്ച് നമുക്ക് അങ്ങനെ പീച്ച. എനിക്ക് ഇതിൽ പീച്ചിട്ടുള്ള ഇതില്ല, ഞാൻ വേറെ സേവനാഴിയാണ്. ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. ഇങ്ങനെ പീച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിക്കാണ്ടിരുന്ന് അത് വിട്ട് വരും. മുറുക്ക അത് 4 എണ്ണം പീച്ചിട്ടുണ്ട്. ഞാനിത് എണ്ണയിലേക്ക് ഇടാം. മുറുക്ക് ഇടുന്നുണ്ട്. എണ്ണ ചൂടായി. മുറുക്ക് ഇടുന്നുണ്ട്. മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. ഇത് നമുക്ക് 4 എണ്ണം ഇടാം. 4 എണ്ണം ഇടുന്നുണ്ട്. ഇത് എണ്ണ ചൂടായിട്ട് ഒന്ന് താത്തി വയ്ക്കുക. എന്നിട്ടൊന്ന് മുറുകുന്നവരേക്ക് നമുക്ക് നിൽക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. മാവ് ടേസ്റ്റുള്ള മുറുക്കാണ്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടാതെ ഇളക്കണം. മൂർക്ക് ഇട്ടതും ഇളക്കി കൊടുക്കരുത്. ഒരു കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എൻ്റെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. 3 എണ്ണം ഇടേണ്ട എണ്ണയേ ഉള്ളൂ. ഞാൻ 4 എണ്ണം ഇട്ട കാരണം ഒന്ന് വളഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് മുറുകിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. പതുക്കെ മറിച്ചിടണം. ഗ്യാസ് താഴ്ത്തി വെക്കണം. ചൂടായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഞാൻ ഒന്ന് കോരി എടുക്കുന്നുണ്ട്. ഒന്ന് മുറുകിയിട്ടുണ്ട്. അത് ഞാനൊന്ന് കോരി എടുക്കാം. ഒന്ന് കോരി എടുക്കുന്നുണ്ട്. ഒന്ന് മാറ്റി വയ്ക്കാം. എല്ലാവരും കഴിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് നമുക്ക് മൈദമാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. വീട്ടിൽ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ നമുക്ക് കഴിക്കാൻ കൊടുക്കാം. കാപ്പിയുടെ കൂടെ നമുക്ക് നേരത്തെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി ഒന്ന് ഉണ്ടാക്കിയത് നമുക്കതിലിടാം. 3 എണ്ണം ഇടാം. 4 എണ്ണം ഇട്ടാൽ എണ്ണ കുടിച്ചു പോകും. ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാരുണ്ടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ബലമൊന്നും ഉണ്ടാവില്ല. സോഫ്റ്റായിട്ട് ഇരിക്കും. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുമ്പോൾ നല്ല ബലം ഉണ്ടാവില്ല. ഇത് ബലം ഉണ്ടാവില്ല. സോഫ്റ്റായിട്ട് ഇരിക്കും. പൊട്ടിച്ചൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട്
സോഫ്റ്റ് ആയിട്ടുണ്ട്. വേഗം പൊട്ടി വരും. നന്നായിരിക്കും. ബട്ടർ മുറുക്ക്, മൈദാമാവ് ബട്ടർ മുറുക്ക് റെഡിയായി. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ഹായ്.